പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ ദിനങ്ങളൊക്കെ പോകുമ്പോൾ പലരും ഷെയർ ചെയ്ത കാര്യം, അച്ഛൻ വലിയ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയിട്ടൊക്കെയാണ് വിഭൂതി ആരംഭിച്ചത്. പഴയതുപോലെ തന്നെ ഞങ്ങൾ വീണ് പോയച്ചാ. അതായത് ഇനി മടുത്തു, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല ഒരു വിശുദ്ധമായ ജീവിതം എന്ന് പലരും വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ ശരിക്കും ആഗ്രഹിച്ചിട്ട് ആരംഭിച്ചതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വീഴ്ചയുണ്ടാകും, ചിലപ്പോൾ വീണ്ടും നമ്മൾ പരാജയപ്പെട്ടാക്കാം. നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ വീണ്ടും വീണടുത്ത് കിടക്കരുത്. ഈശോ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിൽ നമ്മൾ വീണുപോയി, തെറ്റുപറ്റിപ്പോയി ഈശോയെ എന്ന് പറഞ്ഞ് വീണ്ടും ആ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മനസ്താപകരണത്തിൽ പ്രാർത്ഥിക്കുന്നില്ലേ, അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു അല്ലേ. അപ്പോൾ പ്രസാദപരാവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു കൃപയുടെ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം മദർ തെരേസയുടെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധ എന്നാണല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധിയായിട്ടാണ് ലോകം അവർ അംഗീകരിച്ചിട്ടുള്ളത്. അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ അടർത്തി മാറ്റരുത്. എന്താ അതിൻ്റെ അർത്ഥം? മദർ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അടർത്തി മാറ്റുന്ന സമയം എന്തോ ഒന്ന് നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതങ്ങളെ അടർത്തി മാറ്റരുത്. അങ്ങനെ അടർത്തി മാറ്റുന്ന സമയം തന്നെ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ബലിയർപ്പണവും നമ്മുടെ ജീവിതവും രണ്ടു വഴിക്കാകരുത്. നമ്മൾ ശരിക്കും ഇപ്പം നമ്മുടെ ചില ബലഹീനതകൾ, കുറവുകൾ, ദേഷ്യം, അസൂയ അല്ലെങ്കിൽ അഹങ്കാരം ഏതാണോ അത് ഓരോ ബലിയിലും ഈശോയെ എനിക്ക് ഇന്ന കുറവുകളുണ്ട്, അല്ലെങ്കിൽ അശുദ്ധി എനിക്ക് ഇന്ന കുറവുകളുണ്ട്, എന്നെ സഹായിക്കണം ഈശോയെ എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ ആ ഒരു നിയോഗം വെച്ച് ജീവിത വിശുദ്ധിക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കുമായിരിക്കും, പക്ഷെ കർത്താവ് നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുമെന്ന കാര്യത്തിലൊരു സംശയം വേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നിരാശപ്പെടരുത്. അമ്മയോട് ചേർന്ന് കുരിശിൻ്റെ വഴിക്ക് ചൊല്ലി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.